അല്ലേ അതുപോലെ ഭാഷയാണ് ഇവിടെ. മൂന്ന് പേരുണ്ട്. മൂത്തവള് ടീച്ചറാണ്, കൈമൾ പഠിക്കുന്നത്. രണ്ടാമത് ചെറുതാണോ മൂന്നാമത് പെണ്ണാണോ? ഈ പിള്ളേരൊക്കെയോ? നിലവിലുള്ളത് ഇപ്പൊ ഞാനും ഭാര്യയേ ഉള്ളൂ. മതിയല്ലോ, നിങ്ങൾക്കൊരു കൊച്ചായല്ലോ. ഞങ്ങള് ചേട്ടാനിയും മക്കളാണ്. ഞങ്ങളുടെ അപ്പന്റെ അനിയന്റെ മകന്റെ ഭാര്യയാണിത്. ഞങ്ങൾ ചേട്ടന്റെ മക്കളാണ്. സ്വന്തം ചേട്ടൻ എനിക്കറിയാം. അവളൊന്ന് പറഞ്ഞു. പിന്നെ രാജ്യം വരണമേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹമായി സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിലുള്ള ഞങ്ങൾ ഓരോരുത്തരെയും അവലംബിക്കാനും സുരക്ഷിതരായിട്ട് സമർപ്പിക്കുന്നു. അവരെ കാത്തു അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ ജീവിത വഴികളിൽ അനുകൂലമായിട്ടായിരിക്കണമേ. ഈ മാതാപിതാക്കളെ അവരോട് നിർത്തണമേ. അങ്ങനെ അവരുടെ ജീവിതം മാതാപിതാക്കളുടെ സന്തോഷം അനുഗ്രഹമായി മാറട്ടെ. ഇല്ലെന്നായ ദൈവമേ, ഈ വലിയ വിജയമായി സമർപ്പിക്കുന്നു. ഈ അമ്മയ്ക്ക് ശുശ്രൂഷിക്കുവാൻ ഇവിടുത്തെ ഭാഗ്യദർശന ദൈവത്തിന് നന്ദി പറയുന്നു. ഇവരുടെ ശുശ്രൂഷകൾ എന്തെങ്കിലുമുണ്ടായാൽ അതിനെ അവയെ പരിഹരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആശ്വാസവും ആരോഗ്യം നൽകി പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ഈ ഭവനത്തിന് നാഥയായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സംരക്ഷണയിൽ നല്ലവരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവിനോടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുവാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാകുന്നു. സ്നേഹവും സഹവാസവും ഈ ഭവനത്തിൽ ഇവിടെ വസിക്കുന്നവർ ഇവിടെ വരുന്നവരുണ്ടായിരിക്കട്ടെ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അതിന്റെ ഭക്ഷിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഭക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ കുടുംബത്തെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കരുണാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ചും വാർദ്ധക്യത്ത ലോകത്തായ മലയിൽ ഈ അമ്മച്ചിക്ക് ആവശ്യമായ ആശ്വാസവും ആരോഗ്യവും നൽകി പരിപാലിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, ഈ അമ്മച്ചിയെ സംരക്ഷിക്കുന്ന ഈ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. അവരുടെ പരിചരണത്തിലെ കുറവുകൾ അങ്ങ് പരിഹരിക്കുകയും അവർക്ക് ആവശ്യമായ പ്രവണതയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ കുടുംബത്തെയും ഇവിടെയുള്ള ഓരോരുത്തരും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെല്ലാവരും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ സംഭവം നന്മയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യകാമറിയമേ ഹൃദയം പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സഹായവും സാന്നിധ്യവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വാങ്ങുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലൂടെ വസിക്കുന്നതിലും ഇവിടെ വരുന്നവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും.
എന്നാ പറ്റിയായിരുന്നേ എന്നാ പറഞ്ഞേ? ആ, അത് വിളിയാ. 10 വയസ്സ് 12 മക്കളെ കൊണ്ടു മുകളിലായിരുന്നു. അതെങ്ങനെയാ സാധിച്ചു? അത് 10 മക്കള്. ആ, ശരി. അതപ്പൊ ഞാനും വിചാരിച്ചു ചെയ്ത് 10 12 10 മക്കളെ 6 പെണ്ണും 4 ആണ്. മൂന്നും ഇടവകൻ അവിടെയായിരുന്നു. ദൂരെയായിരുന്നു. അത് ഇത് പറ്റിയ അമ്മ വീട് എന്റെ വീട് മുരിയൻകോട്ടെ. ഓ, ഇനിയിപ്പോ അവരിയ്ക്കാന്ന് പറയാം. ഞാൻ വെച്ചത് കോഴിമുണ്ടോട് അങ്ങനെ വെച്ച് പോയി. ഞങ്ങൾ 4 പെണ്ണ് പുറത്ത് അടുത്തൊക്കെ ഉണ്ട് അല്ലേ? അടുത്തൊക്കെ ഉണ്ട് പിള്ളേരെ. പുതുവേലി കെട്ടി ഒന്നിനെ ഇത്ര മക്കളിലാണ്ട് നിക്കട്ടെ. എന്നെ ഈട അവൻ്റെ കൂടെ ആയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാല്ലേ? ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ നല്ലവനായ ദൈവമേ, സ്നേഹ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈ അമ്മയ്ക്ക് അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ അങ്ങ് സ്തുതിക്കുന്നു. അനേകം മക്കളെ നൽകി അവരുടെ എല്ലാ സന്തോഷത്തിൽ പങ്കുചേരുവാനുള്ള കൃപ നൽകിയല്ലോ. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് മക്കളെ നല്ലവരായി വളർത്തുകയും അവരുടെ വഴിത്താറുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഈ മാതാവിനെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ അമ്മയുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള ആരോഗ്യവും ആയുസ്സും കാത്തു പാലിച്ചുകൊള്ളണമേ. ഉണ്ടാകട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ഈ ഭവനത്തിലും അങ്ങ് അമ്മയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട പ്രഭു ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു തരണമേ. ഞങ്ങളെപ്പോഴും ദൈവമക്കളായി വളർത്തുകയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ ഞങ്ങൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിൽ ഇവിടെ വസിക്കുന്നവരോട് അവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും. കേട്ടോ, പ്രാർത്ഥിക്കുന്നേക്കിന് കേട്ടോ. ഓക്കെ, ശരി. കപ്പടിക്കണ്ടിരിക്കുക നമ്മൾ കപ്പളം തിന്നിയാണ് അടുപ്പുണ്ടാകുന്നത്. അതിനകത്തേക്ക് പോയി, പക്ഷെ ആരും കണ്ടില്ല. തിരിച്ചറിവ് കഴിഞ്ഞ് വെള്ളം ഇത് വെച്ച് പിടിപ്പിക്കുക. ക്രിസ്മസ് കഴിഞ്ഞ കപ്പവട്ടെ ആരും കൈ കൊടുക്കാതെ ഇപ്പൊ നാട്ടിൽ പഠിച്ചോണ്ടിരിക്കുന്നു. ഞാനിപ്പോ അമ്മയ്ക്ക് ചെറുകൂടുതലാന്ന് പറഞ്ഞു. ഞാൻ എല്ലാം കൊടുത്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നല്ലവനായ ദൈവമേ, സ്നേഹപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കുമാണ് ഞങ്ങൾ നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും കരങ്ങളിലാണല്ലോ. ഈ അമ്മച്ചിയെ പ്രത്യേകമായിട്ട് അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് ആവശ്യപ്പെടുന്ന ആ ആശ്വാസവും ആരോഗ്യവും നൽകി ഈ അമ്മയ്ക്ക് കാത്തുപരിപാലിച്ചു കൊള്ളണമേ. ഈ അമ്മയ്ക്ക് ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും ഇടപെടലുകൾ നൽകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ അഭാവങ്ങൾ അങ്ങ് പരിഹരിക്കുകയും ആശ്വാസം അങ്ങ് തന്നെ നൽകുകയും ചെയ്യും. എപ്പോഴും അങ്ങയുടെ ആയിരിക്കുമ്പോൾ എല്ലാവരും അടുത്താണ്, ഒന്നിച്ചാണെന്ന് ഓർത്ത് ജീവിതങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യകാമറിയമ്മയോടും പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ അമ്മയ്ക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും മാധ്യത്തിൽ പ്രത്യേകമായിട്ട് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരുടെ വരുന്നവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ.
കണ്ട് ഇവിടെ ഒന്നിച്ച് പോയിട്ട് തന്നെ കണ്ടിട്ട് പള്ളി പോയിട്ട് ഞാൻ പുട്ടും പള്ളി പണിതൊന്നും കണ്ടിട്ട് ഇത് പോയിട്ടില്ല നടക്കാൻ പഴയ കുട്ടികളായിട്ട് നടപ്പിലൂടെയാണല്ലോ കാണാമെന്ന്. ആണോ? അത് ശരിയാ, പത്രം നടക്കുന്നതാ. ഓ, ഞാനല്ലേ പോയത്. കഴിഞ്ഞ ആഴ്ച പൈസ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ കുടുംബത്തെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ കൃപയാനുഗ്രഹവും ഞങ്ങൾ ചൊരിയണമേ. പ്രാർത്ഥിക്കും കർത്താവേ, അങ്ങയുടെ ദാനമാണല്ലോ, അതിനെ സന്തോഷിക്കണമെന്ന് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ആശ്വാസം നൽകി പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ അമ്മയെ വിശുദ്ധ കന്യകാമറിയും പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സഹായവും സാന്നിധ്യവും ഈ കുടുംബത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരിലും ഇവിടെ വരുന്നവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നടക്കുകയാണെങ്കിൽ ജോലിയെ തന്നു ഓരോ ജോലിയെ ഉറക്കത്തെ കുറിച്ച് നല്ല കേട്ടോ ഞാനിങ്ങനെ പോകുന്നു. പിന്നെ അറിയുമോ? എന്റെ മക്കളാണ്. ഞാൻ സാറിനെ കാണാൻ വന്നില്ലേ? പിന്നെ വേറെ പയ്യാവൂരുണ്ട്, രണ്ട് ചേട്ടന്മാരുണ്ട്. ചമതച്ചാലിലെ ഒരു പേരപ്പനുണ്ടായിരുന്നു. കാക്കൂച്ചേട്ടൻ. അത് ഞങ്ങളുടെ സ്വന്തം മരുമകൻ അവിടെ ചേർത്തു നാട്ടിലും ജൂബിലിയാണ്. 75 വർഷം സ്കൂളിന്റെ 75 വർഷം ജൂബിലിയാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ വേറെ ഇപ്പൊ പോകാൻ പ്രയാസമില്ലേ കേട്ടോ? ഈ പറഞ്ഞ വീട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയപ്പോ വീട്ടിൽ വന്ന് കുറെ വാങ്ങിച്ചോണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം അല്ലേ? നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ പ്രത്യേകമായ പരിപാലനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ സാറിനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അദ്ദേഹത്തിലൂടെ ജീവിതത്തിലെല്ലാ നന്മകൾക്കുമായി ഞങ്ങൾക്ക് ദൈവം നന്ദി പറയുന്നു.
തനിക്ക് ലഭിച്ച ജീവിത ദൗത്യത്തിലൂടെ അനേകം പേർക്ക് വഴി കാണിക്കുവാനായിട്ട് സാറിനെ നിയോഗിച്ചല്ലോ. ദൈവമായ കർത്താവ് വാർദ്ധക്യത്തിൽ സാറിന് ആവശ്യമായ ആശ്വാസം നൽകണമേ. ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഈ കുടുംബാംഗങ്ങളെയും കാത്തിൽ പാലിച്ചു കൊള്ളണമേ. ഇവരെല്ലാവരും എപ്പോഴും അങ്ങോട്ടായിരിക്കുവാനും അവരുടെ സ്നേഹത്തിൽ പങ്കുചേരുവാനും നിർവാഹനം നൽകണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ഭവനത്തിലും അമ്മയുടെ സാന്നിധ്യവും മധ്യത്വവും ഞങ്ങൾ യാചിക്കുന്നു. ആവശ്യവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരിലും ഇവിടെ വരുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. കേട്ടോ മറ്റേ കേട്ടോ എഴുതേക്കണം. കാഴ്ച കുറവാ അല്ലേ? കാഴ്ചയില്ല. അനിയന്റെ വീട്ടിലായിരുന്നു. എന്നെ വടക്കമ്പുള്ളി നിന്നിട്ട് കഴിയുമെന്ന് മാത്രം ആ പിതാവ് നോക്കണം. അതെന്നാന്നറിയോ, ഈ അവിടെ നിന്ന് ഒരു സഹായം കിട്ടുന്നില്ല. അച്ഛനൊന്നും വരുന്നു വരെ സംസാരിക്കുന്നില്ല. ഇവിടെ ഉള്ളപ്പോ ഇവിടെ അച്ഛൻ വരും. ഇവിടെ വന്നോളാം. അതല്ല പറഞ്ഞറിയോ അല്ല അത് പറഞ്ഞത് വടക്കൻമുറി ആയിട്ട് ഇനിയിപ്പം ഇവിടെ താമസിച്ചു. കൃഷി ആണോ ഇവിടുത്തെ? കൃഷി എവിടെയുണ്ട്? എനിക്ക് 3 കൊല്ലം. പ്രാർത്ഥിക്കാം കേട്ടോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ കുടുംബത്തിന് നേരെ സാന്നിധ്യം ഉണ്ടാകണമേ. അങ്ങനെ പ്രഭുവിൽ നിങ്ങൾ വർഷിക്കണമേ. നല്ലവനായ ഈ കുടുംബത്തിലുള്ളവരെയും അവരുടെ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം അവരോടുണ്ടാകട്ടെ. അങ്ങനെ എല്ലാവരും അങ്ങ് കൂടി ആയിരിക്കട്ടെ. കർത്താവായ സ്നേഹത്തിൽ ഒന്നിച്ച് ജീവിക്കുവാനും അങ്ങനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട നമ്മൾ അറിയിക്കാത്ത പരിപാലിച്ചു കൊള്ളണമേ. എപ്പോഴും അങ്ങനെ ഇഷ്ടത്തിന് വിധേയരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. വാങ്ങിച്ചു തരണമേ. ഈ കുടുംബത്തിന്റെ മധ്യസ്ഥയായതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേ പ്രിയപുത്രനെ സമർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നമ്മൾ വാങ്ങി തരികയും ചെയ്യണമേ. തന്നെ പറയുന്ന സ്വസ്ഥീകർത്താവിനോടുകൂടെ സ്ത്രീകളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും നമ്മുടെ കർത്താവ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്ന ഇവിടെ വരുന്നതിലും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴേക്കും ആമേൻ. കൊണ്ടുവരാം കേട്ടോ. ചെറിയ പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, ഞാൻ പറ്റേ കേട്ടോ. ഓക്കെ. എവിടെ അസുഖം മനസ്സിലാണോ? കരങ്ങളൊക്കെ ഇച്ചിരി വെയിറ്റായി വന്നായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പള്ളി ഒരു എനിക്ക് ഇച്ചിരി ഒരു വിഷമമായിരുന്നു. രാത്രി പിന്നെ ആശുപത്രി ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് വന്നു. ഇന്നും പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ എത്തിക്കുന്നുണ്ട്. അല്ല ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്. 5-ാം തീയതി ഡോക്ടറെ പോയി ചെക്കപ്പ് ചെയ്താൽ മതി.
ആദ്യം മുകളിലത്തെ കുറെ കരിയാറുണ്ട്, അതിന് മരുന്ന് വേണമെന്ന് പറഞ്ഞു. ഡാക്ടർ ഒരു ലക്ഷം എടുത്തതുകൊണ്ട് അടുത്തത് ശരിക്കും അറിയാം. എനിക്ക് ആ തുടക്കത്തിൽ കണ്ടുപിടിച്ചതുകൊണ്ട് ഒരു വർഷം വരെ ആശുപത്രിക്ക് പോകണം. ഇതിപ്പോ തുടക്കത്തിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭേദമായി കിട്ടും. പലപ്പോഴും നമുക്കേ നമ്മളിത് നമ്മുടെ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ഒന്നുമില്ല, അതൊന്നും നമ്മളെ അറിയില്ല. അത് എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഓട്ടോ ഓടിക്കാൻ പോയത് തിരക്കാണ്ട് തലയുണ്ട്. അത് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത് എന്തായിരിക്കും അതിനെപ്പറ്റി ചോദിച്ചപ്പം പറഞ്ഞു വയറ്റിലെ അസുഖമാണ്. ഉടനെ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഒരു മാസം ചികിത്സ ചെയ്തു. ആദ്യം ചെറിയ രീതിക്കാണ് തുടങ്ങിയത്, ആമാശയവും. അവിടേക്ക് ഇതിന്റെ എങ്ങനെ കുറച്ച് ഞങ്ങൾ ശ്രദ്ധിക്കും. അങ്ങയുടെ മുമ്പിൽ ഒന്നിച്ചേർന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യവും നിരന്തരവും നിരന്തരമായിട്ടുണ്ടാകണമേ. ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ വേദനകളിലും പ്രയാസങ്ങളിലും ഞങ്ങളുടെ രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കർത്താവേ അങ്ങ് കൂടുതൽ സമീപസ്ഥനാണ് എന്ന ബോധ്യത്തോടെ അങ്ങയോടൊത്തായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് അസാധ്യമായില്ല എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങൾ അങ്ങ് ശരണം ഗമിക്കുന്നു. കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആയുസ്സും ആരോഗ്യം നൽകി സംരക്ഷിക്കണമേ. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായ സത്യം പരിപാലനം ഉണ്ടാകണമേ. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും അറിയുന്ന അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഞങ്ങളെ കൈവിടാതെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഈ കുടുംബത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട കൃപകൾ നൽകണമേ. ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ഈ ഭവനത്തിന്റെ നാഥയായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഞങ്ങളെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പൂർത്തിയാക്കുന്നതിനുമാകുവാൻ കൃപ ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരോട് വരുന്നവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പക്ഷെ ഓരോ വന്നാൽ എങ്ങനെ തുടരും. ഈ കുടുംബത്തിന് ആവശ്യമായ നന്മകൾ അങ്ങോട്ട് ദാനം ചെയ്യണമേ. നല്ലവനായ ദൈവമേ, ഞങ്ങളെപ്പോഴും നിങ്ങൾക്കായിരിക്കുവാനും അങ്ങയുടെ വഴിയിൽ ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും നല്ലവരായി വളർത്തണമേ. അവരുടെ വഴിധാരകൾ അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകണമേ.
അവരെ ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയെ വിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ കുടുംബത്തിന് നാഥയായിരുന്നു ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചു തരികയും ഞങ്ങളെ എപ്പോഴും ദൈവ തിരുമനസ്സിനോട് ചേർത്ത് ജീവിക്കുക പ്രഭാവങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ ശക്തികർത്താവുന്നതിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിൽ ഇവിടെ വസിക്കുന്നവരിൽ ഇവിടെ വരുന്നവരിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എന്നേക്കും. ശരി കേട്ടോ. അത് ശരി. മനസ്സിലായില്ലേ? റോമിലുണ്ടായിരുന്നു. ഇപ്പം ബാംഗ്ലൂരിലാണ് പുള്ളിക്കാട്ടി. ബാംഗ്ലൂർ ബൈചാൻസ് വന്ന് പോയതല്ല. ചെന്നപ്പോ അവരിങ്ങനെ പറഞ്ഞു. ഭാര്യ മറ്റേ കൊല്ലൂർ എമ്മന്തോളം സ്ഥാപനം ഞങ്ങൾ അത് ഞങ്ങളുടെ വാർഡുണ്ടാകും. പുള്ളി ഇവിടെ ബൈചാൻസ് വന്നതാണ് ഇടയാളിയൻ. ചുമ്മാ ഒരു 10 മിനിറ്റ് മുമ്പ് ഇവിടെ 89 വയസ്സായി. കഴിഞ്ഞ പെരുന്നാളിന് ലാസ്റ്റ് പള്ളിയിൽ പോയതാ. വയസ്സായതാണോ? ഇനി പോകാമല്ലോ. ഉണ്ടല്ലേ? അത് മതി. ആ കുഞ്ഞാച്ചയുടെ വീടൊക്കെ ആണെങ്കിൽ സൗകര്യ പള്ളിയിൽ പോകാൻ. വിളിക്കും, ഇടയ്ക്കൊന്ന് വിളിക്കും. ആണോ? അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നല്ലവനായ ദൈവമേ, സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾക്ക് ദൈവപൂർവ്വം നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭവനത്തിലുള്ള ഓരോ അംഗത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയാണേ. ഞങ്ങളുടെ മക്കൾ അകലങ്ങളിലാണെങ്കിൽ അവരെല്ലാം കർത്താവെ അങ്ങയുടെ സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കുന്നു. അവരെല്ലാം കൃപാപൂർവ്വം കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഈ അമ്മച്ചിക്ക് അങ്ങ് നൽകിയ ആരോഗ്യത്തിനും ആയുസ്സിനും നന്ദി പറയുന്നു. കർത്താവ് ഈ പ്രായത്തിൽ എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാൻ കൃപാവരെ അമ്മച്ചിക്ക് നൽകണമേ. അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളിലേക്ക് ആശീർവദിക്കണമേ. ഞങ്ങളെല്ലാവരും എപ്പോഴും ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനം വഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അമ്മയെ വിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ ഭവനത്തിന്റെ നാഥയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും സ്ത്രീകളുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരും ഇവിടെ വരുന്നവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പേരല്ലേ? പേരല്ലേ? നോക്കിയിരുന്നു എടുത്തോ? ഞങ്ങളിങ്ങനെ ഞാൻ 7 ജയിച്ചു. നിന്റെ പേര്? എന്റെ പേര് അലീന. അലീന. ഏഞ്ചല. ഏഞ്ചല. ഞാൻ ഏഞ്ചല. എന്നിട്ട് എന്നാണ് വിശേഷം? എന്നാ ഉണ്ട് വിശേഷമൊക്കെ? അങ്ങനെ രോഗിയാ. ഞാനോ 5 ദിവസം ആശുപത്രിയിലാവും. വല്ലപ്പോഴൊക്കെ ആശുപത്രി പോയി ഞാനപ്പൊക്കെ വേണ്ടേ? പിള്ളേർക്കൊക്കെ ഒന്ന് വരണ്ടേ വല്ലപ്പോഴൊക്കെ? ഇവിടെ തന്നെയായിരുന്നാ പറ്റുമോ? എവിടെയായിരുന്നു?
സന്മേരിയസിൽ ചെവിയും കേൾക്കില്ല. മനസ്സിലായി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവമേ, സ്നേഹപിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഞങ്ങൾ ക്ഷീണാവസ്ഥയിലും ഒക്കെ അങ്ങ് നൽകുന്ന പ്രത്യേകമായ സംരക്ഷണമോർത്ത് ഞങ്ങൾക്ക് നന്ദി പറയാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ കാര്യമായി പരിഗണിക്കാതെ ഞങ്ങളുടെ ജീവിതം അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഈ സഹോദര ശുശ്രൂഷയെയും കുടുംബാംഗങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾക്ക് ആശീർവദിക്കണമേ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും സമാധാനം ഉണ്ടാകണമേ. ദൈവമായ കർത്താവേ, കുഞ്ഞുങ്ങളെ നല്ലവരായി വളർത്തണമേ. അവരുടെ വഴികളിൽ അങ്ങ് സഹായമായി ഉണ്ടാകണമേ. തിന്മയുടെ വഴികളിൽ വീഴാതെ നന്മയിൽ വ്യാപരിക്കുവാനും അവർക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന നല്ല വഴികൾ എത്തിച്ചേരുവാനും പ്രഭാത അവർക്ക് നൽകുവരെ കാത്തു പരിപാലിച്ചുകൊള്ളണമേ. അങ്ങയുടെ സംരക്ഷണയിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും നിരന്തരമായി കാത്തു പരിഗണമേ. ഞങ്ങളുടെ അമ്മയെ വിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തികൾ പാവങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃശ്യം ഫലമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരുടെ വരുന്നവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. കേട്ടാ ഇതിലെ കൂടെ ഇങ്ങോട്ട് നിന്നെ വിളിക്കും. കുഴപ്പമില്ല, ചൂട് ഇതല്ലേ പഴയതുണ്ട്. പിള്ളേർ വേറെ ഉള്ളേ, അതാ പഴയ പിള്ളേർ വേറെ ആരാ ഉള്ളേ? പിള്ളേർ ചാണ്ടി അവനെ അങ്ങോട്ട് വന്നാ പിന്നെ പോവാ. സ്കൂളിൽ സ്കൂളിലുണ്ട്, ഇന്നുണ്ട്, നാളുണ്ടല്ലോ ഇന്ന് തീരും. അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ. നിർലഭനായ ദൈവമേ, സ്നേഹപിതാവേ, അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട കൃപകളെ കാത്തുപരിപാലിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന ആരോഗ്യവും ആയുസ്സുമെല്ലാം അങ്ങയുടെ ദാനമാണെന്ന ബോധ്യത്തോടെ സ്വീകരിക്കുവാൻ എനിക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വാർദ്ധക്യത്തിൽ വേദന ഉപയോഗിക്കുന്ന സഹോദരിക്ക് അങ്ങയുടെ ആശ്വാസം പ്രത്യേകമായി നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം ഈ അമ്മച്ചിക്ക് അനുഗ്രഹമായി മാറട്ടെ. ഈ അമ്മച്ചയെ ശുശ്രൂഷിക്കുന്നവർക്കും അങ്ങയുടെ കൃപയാനുഗ്രഹവും നൽകണമേ. അവരുടെ അങ്ങയുടെ സാന്നിധ്യത്താൽ പരിഹരിക്കുകയും ഈ അമ്മച്ചിക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കൃപകളും അങ്ങേ പുത്രനും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും ഈ വസിക്കുന്നവരോട് വരുന്നവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ചെയ്യണ്ട മച്ചി, സാരിയില്ല, ഇതൊക്കെ ഇതേ കേട്ടോ കേട്ടോ. ഇതെന്നാണ് വിശേഷം? പിന്നെ പറഞ്ഞത് അല്ലേ? ഞാനുണ്ട് വിശേഷം.
ഇവിടെ ബാങ്കില്ലേ എന്റെ പേര് ഡോണ കുട്ടികൾക്ക് ജോലി ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും സഹായമായി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലും ലോകാവസ്ഥയിലും ഞങ്ങളോടുകൂടെ അടുത്തിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്നു. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലൂടെ വസിക്കുന്നവരുടെ വരുന്നവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും ജയിക്കും. ആമേൻ. കേട്ടോ പ്രാർത്ഥിക്കാം കേട്ടോ. ശരി കേട്ടോ, നമുക്കോട്ടെ. എന്നാ ഉറക്കമാണോ? മുമ്പശത്ത് വന്നാ ഇവിടെ വന്നെന്ന് പറഞ്ഞു. ഞാന് പള്ളിയിൽ നിന്ന് കുറച്ചു നേരമായി. ഇല്ല, മരിച്ചു. ഞങ്ങൾ 8 പേര്, 8 പിള്ളേർ. അവള് വക്കീലായി. ബാങ്കിൽ ജോലിയായി. ഉണ്ട്. അണിയാപറമ്പിലോ? അത് രാജപുരത്തുണ്ടല്ലോ. അതൊക്കെ ശരി. എന്തോ പഠിച്ചോ? ഒന്നിലും പോയിട്ടില്ല. ഇല്ലേ? എൻ്റെ ഒന്നാം ക്ലാസ്സിൽ വെച്ചു, ഒന്ന് 2 ക്ലാസ്സിൽ വെച്ചു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോയി വേറെ കാലമായി. 4 വരെ പഠിച്ചു. കെട്ടിച്ചു ഇല്ലേ? ഇല്ല. അത് എൻ്റെ ഒക്കെ എടുത്തുണ്ട്. എന്നോടമ്മ വഴക്കുറഞ്ഞു. ഇതിനൊന്നും ഞാൻ അത്തനാദേശി കണ്ടിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു. നേരി കണ്ടിട്ടില്ല. നീ ഇവിടെ വന്നിട്ടില്ലാതെ യേശുവിനെ ഞാൻ പറയും. വന്നില്ലേ ഇതിപ്പോ ഇവിടെ മോളുടെ കണ്ണു കൊടുത്തപ്പോഴാ പറഞ്ഞു. 12 കൊല്ലം പഠിച്ചോ? 12 കൊല്ലം പഠിച്ചോ? പഠിച്ചോളൂ. അത്രയും പഠിച്ചിരുന്നു. ഈ തന്ത അങ്ങോട്ട് വന്നു തന്ത അതുവരെ നീ ആലോചിച്ചോ? ഇല്ല ഇല്ല. എന്റെ കൊച്ചിനായി കൊച്ചെന്നെ എന്റെ കൊച്ചെ ഇന്ന് പോന്നു ഇന്ന് പോയി അച്ഛന് പഠിച്ചിട്ട് മരുന്ന് പഠിച്ചു പോന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നല്ലവനായ ദൈവമേ, സ്നേഹപിതാവേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോടൊത്തായിരിക്കുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടതായ ആശ്വാസവും ആരോഗ്യവും നൽകി കാത്തൊരു വാഴ്ച കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഈ അമ്മച്ചിയുടെ
ഈ പ്രായത്തിൽ അങ്ങ് നൽകുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അമ്മച്ചെ ശുശ്രൂഷിക്കുന്ന മക്കൾക്കും വേണ്ട കൃപകൾ നൽകി അനുഗ്രഹിച്ചു കൊള്ളണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ ഇഷ്ടത്തിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപകളും അങ്ങേ പ്രിയപുത്രൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിലും ഇവിടെ വസിക്കുന്നവരുടെ വരുന്നവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.